ദാരികന്റെ ശിരസു കൊയ്തൊരു ഘോരരൂപിണിയംബികേ. മായേ മഹേശ്വരിയേ എൻ തായേ സുരേശ്വരിയേ. ഈ ശ്രീലകത്തിന് പത്ത് സ്ഥലമുണ്ട്. അവിടെ ഇരുന്നുണ്ട് ഒരു ദിവസം ദീപാരാധനയ്ക്ക് ശേഷം ഒരു 15-20 മിനിറ്റ് കൊണ്ടാണ് ഈ ദാരികന്റെ ശിരസ് ഭണികളമണിയുന്നോ ഈശ്വരൻ്റെ ഉണ്ണിയാകും ഗണപതി ഭഗവാനും വാണിയും വിരിഞ്ചനാദി സുരപതി കനിവുള്ളോ സർവരും തുണപ്പതിനായി ഇണയടി തൊഴുതിടുന്നേൻ ഇമ്പമായി നൽകിടേടേ. തികിതകതികിതകതാരോ തകതാരതൈത തികിതകതകതികിതകതാരോ തൈതാരതൈത വെള്ളിമാമല കാത്തുവാണരുളോ വള്ളോന്റെ കയ്യിൽ ഉള്ളിമാൻ മഴുശൂലവും പരശും തൈതാരതൈത. കുടിമറ ദേശീയഗാനം എന്നൊക്കെ പറയുന്ന പോലെ ഇതുപോലൊരു സാധനമുണ്ടോ ഇനി ഈ ഭൂലോകത്ത് ഉണ്ടാകാൻ ഒരു തരമില്ല. കള്ളിനും മുകളൊന്നില്ല കാര്യം കാണാൻ കള്ളു വേണം. കള്ളു കുടിച്ചാൽ പേരുദോഷം. അരിയോരരിയോരരിയോരരിയോരേ. മഴയാണു പോലും കുളിരാണു പോലും പ്രാണന്റെ പ്രാണനം പ്രിയ സഖിക്കെന്നെ കാണണമെന്നുണ്ടു പോലും. വിരഹാർദ്രമാകുമീ സന്ധ്യയിൽ നോവിൻ്റെ ഉമ്മറത്തിണ്ണയിൽ ഞാനിരിക്കേ തെങ്കാശിപ്പൂവേ തേണോറും തീവേ കുറ്റാലക്കുളിരേ വറ്റാതെ നദിയെ. അല്ല പാട്ടതല്ല, കാരുകൾ സമമായ നിൻ തിരുവാർമുടി ചുരുളുന്ന ശരണം ശ്രീ ധർമ്മശാസ്താവേ ഭൂലോകനാഥ കരുണാനിധേ വിഭുദേ. മധവാരണമായി കരുണാണ്ടു ചെമ്മേ മലമാതൂവതിൻ ഇടിയായി. മധവാരണമായി കരുണാണ്ടു ചെമ്മേ മലമാതൂവതിൻ ഇടിയായി. നമസ്കാരം. നയം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് വള്ളിക്കുന്നം പടയണിവട്ടം ഭഗവതി ക്ഷേത്രത്തിലാണ്. നമ്മോടൊപ്പം ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റാണുള്ളത്. ദാരികന്റെ ശിരസു കൊയ്തൊരു ഘോരരൂപിണിയംബികേ. ഈ വരികൾ കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. നമുക്ക് ഈ വരികളുടെ ഉടമസ്ഥനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. എല്ലാവർക്കും സ്വാഗതം. ഒപ്പം നമുക്ക് നമ്മുടെ ബാബു നാരായണൻ സാറിനെ വളരെ സ്നേഹത്തോടു കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സാർ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സാറിന്റെ ഫാമിലിനെ കുറിച്ചൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ? നല്ല വിശേഷമാണ്. ഫാമിലി, വൈഫിന്റെ പേര് ബിന്ദു എന്നാണ്. പിന്നെ 2 മോളുമാരാണ്. മൂത്താള് അനഘ, ഇനി +2. ഇളയാള് അനുജ, ഇനി 8ാം ക്ലാസ്സിൽ. വളരെ സന്തോഷം. ദാരികന്റെ ശിരസ് കൊയ്ത ഘോരരൂപിണി അംബികയ്ക്ക് ശേഷം ജീവിതത്തിൽ വളരെ പ്രതീക്ഷകളൊക്കെയാണ്. എല്ലാവരും തിരിച്ചറിയുന്നുവെന്ന് എവിടെ പോലും തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ ഈ അമ്പലത്തിൽ ഇവിടെ വെച്ചാണ് ആ പാട്ട്. ഈ ശ്രീലകത്തിന് പത്ത് സ്ഥലമുണ്ട്. അവിടെ ഇരുന്നുണ്ട് ഒരു ദിവസം ദീപാരാധനയ്ക്ക് ശേഷം ഒരു 15-20 മിനിറ്റ് കൊണ്ടാണ് ഈ ദാരികന്റെ ശിരസ് കൊയ്ത പാട്ട് എഴുതി. പിറ്റേ ഞങ്ങൾ പാടുകയും ചെയ്യുന്നത്. അന്ന് നമുക്ക് ഈ റെക്കോർഡിങ്ങിന്റെ സെറ്റപ്പ് ഒന്നും അറിയത്തില്ല. നമ്മള് പോയിട്ട് ഈ മുറിച്ചെടുക്കാം, പക്ഷെ നമുക്ക് അറിയത്തില്ല. ഞങ്ങൾ കയറി ശൂരനാട് ഹരികുമാർ എന്ന് പറഞ്ഞ അദ്ദേഹമാണ് പാടിയിരിക്കുന്നത്. ഞാൻ ഒറ്റ ടേക്കിൽ ഇദ്ദേഹത്തിന്റെ കൂടെ പഠിക്കുന്നവനാണ്. ഒറ്റ ടേക്കിൽ പാടി തീർത്താണ് ദാരികന്റെ ശിരസ്. ഈണം എങ്ങനെയാ? സാർ തന്നെയാണോ അത് ഈണം? ടൂൺ ഞാനായിട്ടത്. അതാ ഈ പാട്ട് എഴുതിയപ്പോഴ് ഘോരൊരു ഇതാണല്ലോ, രൗദ്രമല്ലോ ഭദ്രകാളി. അപ്പൊ ഇതിന്റെ ഒരു ശാന്ത സ്വരൂപത്തിലുള്ള ഒരു പാട്ടുണ്ട് മഹാലക്ഷ്മിയെ കുറിച്ച്. അത് ലോകനാഥേ ദാനവാരി മനസാ പങ്കജവാസേ, ഈ ടൂണ് ഉണ്ട്. ഞാനത് അതങ്ങ് താളം മാറ്റി
ദാരികന്റെ അങ്ങനെ അങ്ങനെയാണ് ആ ടൂണ് തുടങ്ങിയെടുക്കുന്നത്. അപ്പം ഈ നമ്മളിപ്പോ ഈ ദാരികന്റെ ആ ഒരു അത് എഴുതാനൊരു പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പ്രചോദനം ഉണ്ടായിട്ടാണോ അതോ? അല്ല, ഭദ്രകാളിയുടെ ഉപാസനാണ്. സഹസ്രാമം ദിവസം ചൊല്ലുന്ന ആളാണ് ഞാൻ. അമൃതയില പിടിച്ചത്. അപ്പൊ അവിടുത്തെ ഒരു ശീലമായിരുന്നു. ഞാനിപ്പോ ഈ സഹസ്രാമം ചൊല്ലിക്കൊണ്ട് നടക്കുന്ന ഒരാളാണ്. കാണാപ്പാടാ. അങ്ങനെ ദേവിയെ കുറിച്ച് എഴുതുമ്പോൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വരും. പക്ഷെ അന്ന് ഇവിടെ നമ്മുടെ അന്ന് മേൽശാന്തി ഒരു പൗത്രമംഗലത്ത് നാരായണ നമ്പൂതിരിയായിരുന്നു. നമ്മുടെ ഇവിടെ ഒരു മനോജ് സാറുണ്ട്, അതുപോലെ നെടുമ്പുറത്ത് രഘു സാറ്. ഇവർ രണ്ടും എല്ലാ വർഷവും ഞങ്ങൾ വന്ന കാലങ്ങളിൽ വേണ്ടൊരു ഈ ദാരികന്റെ ശിരസ് ഇത് പാട്ട് 20 വർഷമായി എഴുതിയിട്ട് 2006 ചെയ്ത സാധനം. അപ്പൊ ഞങ്ങൾ വരുന്ന സമയത്ത് എല്ലാ വർഷവും ഇവര് അത് തൊട്ടു മുമ്പേ തുടങ്ങിയതാ. അനിൽ പനച്ചൂരാൻ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഫേമസ് ആവുന്നതിന് മുമ്പ് ഇവിടെ എഴുതിയ പാട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ മധുബാലകൃഷ്ണൻ ഫേമസ് ആവുന്നതിന് മുമ്പേ 2000 രൂപയ്ക്ക് പാട്ട്, ഇന്നത്തെ ഇതിന് ലക്ഷങ്ങളല്ലേ. ആ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഒരു പാട്ട് ചെയ്തുകൊണ്ടിരുന്നവരാ. ഞങ്ങൾ വരുമ്പോൾ കാണുന്ന എല്ലാ വർഷവും ഇങ്ങനെ പാട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ 2006 ഇത് നമ്മുടെ ഒരു മേൽശാന്തി ഉണ്ടായിരുന്നു ഇവിടുത്തെ പൗത്രമംഗലത്ത് നാരായണ നമ്പൂതിരി. അദ്ദേഹം പിന്നെ മനസ്സാറെ നമുക്കൊരു സോപാനം ചെയ്താലെന്താ? അന്ന് ഈ സോപാനത്തിന്റെ ഈ പാട്ട് അങ്ങനെ പോപ്പുലർ അല്ല. അമ്പലത്തിനകത്ത് മാത്രം ഒതുങ്ങി ഒരു കാലം. വിജയമാറിയേട്ടൻ ഒരു CD ചെയ്തിട്ട് അന്നൊരു പാട്ട് ചെയ്തായിരുന്നു. പക്ഷെ അത് അത്യാവശ്യം ആൾക്കാർക്ക് ചെല്ലുന്നുണ്ടായിരുന്നു. പക്ഷെ പുതിയ ആൾക്കാർക്ക് പഠിക്കുന്നതിനും ഒന്നും പാട്ട് കിട്ടാറില്ല. പക്ഷെ നമുക്കൊരു ഈ ഇവിടെ സോപാന സംഗീതം ഉള്ളത് കൊണ്ട് നമുക്കൊരു പാട്ട് ചെയ്താൽ ഒരാഗ്രഹം പറഞ്ഞപ്പോൾ മനസ്സാർ ചെയ്യാന്ന് പറയുന്നത്. ചെയ്യാൻ കാര്യം എന്താ പറയുക, ഇദ്ദേഹം ഈ പടയണിയൊക്കെ ഇവിടെ പടയണിയുള്ള എല്ലാ വർഷം പടയണിയുണ്ട്, വലിയ പടയണിയാണ്. അപ്പം ഈ അതേ കടമ്പിനിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന്റെ മകനുണ്ട് അനുചേട്ടന് വല്ല പിന്നണി ഗായകന്. അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹം ഫേമസ് ആവുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു പാട്ട് പാടിച്ചാണ്. ഭണികണമണിയുന്നോ ഈശ്വരൻ്റെ ഉണ്ണിയാകും ഗണപതി ഭഗവാനും വാണിയും വിരിഞ്ചനാദി ഹാ സുരപതി കനിവുള്ളോ സർവരും തുണപ്പതിന്നായി ഇണയടി തൊഴുതിടുന്നേൻ ഇമ്പമായി നൽകിടേടേ ഹാ തികിതതത്തക തികിതതകതാരോ തകതാരതൈത തികിതതകതക തികിതതകതാരോ തൈതാരതൈത വെള്ളിമാമല കാത്തുവാണരുളോ വള്ളോന്റെ കയ്യിൽ ഉള്ളിമാൻ മഴുശൂലവും പരശും തൈതാരതൈത തികിത ഇങ്ങനെ ഈ പടയണി പാട്ടങ്ങനെ. അപ്പൊ നമ്മുടെ അമ്പലത്തിനോട് സ്വന്തമായിട്ട് പടയണിപ്പാട്ടുണ്ട്. അങ്ങനെ അപ്പൊ അന്നേരം അതുകൊണ്ട് നാരായണ തിരുമേനി ചോദിച്ചു, നമ്മുടെ അമ്പലത്തിൽ സ്വന്തമായിട്ട് ഒരു സോപാന സംഗീതം ചെയ്തുകൂടെ? ബാക്കി ഈ അന്ന് ഈ മറ്റു ക്ഷേത്രങ്ങളെ കുറിച്ച് പാട്ടില്ല, പൊതുവെയുള്ള ജനറൽ ആയിട്ടുള്ള ട്രഡീഷണൽ പാട്ടുകളെ എന്താ അങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു. അങ്ങനെ അന്ന് പറഞ്ഞിട്ട് പിറ്റേന്ന് റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുക. അന്ന് CD വർക്ക് നടന്നുകൊണ്ടിരിക്കുക. ഈ ഒരു ദിവസം ദീപാരാധനയ്ക്ക് ശേഷം 15-20 മിനിറ്റ് കൊണ്ട് ഈ തിരുനടയിൽ നിന്നുകൊണ്ട് ദാരികന്റെ ശിരസ് ഘോരരൂപണി MP എഴുതുന്നു. പിറ്റേന്ന് രാവിലെ 10 മണി ഇവിടുത്തെ ഉച്ചപൂജ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയി. ഞാനും ചൂർനാട് ഹരികുമാർ പാടിയിരിക്കുന്നത്. ഞാനും അദ്ദേഹങ്ങളുടെ ഒറ്റ ടേക്കിലാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. പക്ഷെ നമുക്കതിന്റെ സാങ്കേതിക വശം നന്നായി അറിയത്തില്ലായിരുന്നു. ഇത് കട്ട് ചെയ്ത് എടുക്കാമെന്നുള്ള കാര്യം വന്നത്. നമുക്ക് കഴിഞ്ഞു വരുന്നുണ്ട്. ഞങ്ങൾ ഒറ്റ ടേക്ക് ആദ്യം കയറുന്നത് ഞങ്ങൾ താളം അടിച്ചോണ്ട് ഇങ്ങനെ വെള്ളം അടിച്ചോണ്ട് പാടി. അപ്പം നിർത്തിയിട്ട് അന്ന് അജയൻ ചേട്ടൻ സരിഗമല ചെയ്ത് ഞങ്ങൾക്ക് വേണ്ടിട്ട് സാറ് അതൊന്ന് ദാരികന്റെ ശിരസ് പാടിത്തരും. ഞാൻ ഈ പാട്ട് അങ്ങനെ പാടുന്ന പാട്ടല്ലായിരുന്നു. ദാരികന്റെ ശിരസ് ചെയ്ത പാട്ട് ഞാൻ അങ്ങനെ പൊതുവെ അങ്ങനെ പാടാറില്ലായിരുന്നു. എല്ലാം പാടുന്നുണ്ട്. പക്ഷെ എനിക്കതിന്റെ എന്താണ് ഇതിന്റെ ഭംഗി എന്താണെന്നോ പാട്ട് ചെയ്തെന്ന് അറിയാന്നല്ല. പക്ഷെ അതിന് മനോഹര പാട്ടുകളത്ത് ശിവനാട് ഹരിമാർ പാടിയൊക്കെ ഞങ്ങൾ ഇത് കുറഞ്ഞു പോയെന്നല്ല പറഞ്ഞത്. നമ്മുടെ മനസ്സിൽ ഇതൊരു ചടുലമായതുകൊണ്ട് ഇതെങ്ങനെ ഒരു ഭക്തി എങ്ങനെ വരുമോ. പക്ഷെ ഇത് ഈ ഗുരുതിയുള്ള ദിവസങ്ങളിൽ വിശേഷാൽ ദിവസങ്ങളിലൊക്കെ പാടുമ്പം അങ്ങനെ നമ്മൾ അങ്ങനെ പാടാറുണ്ട്. അല്ലെങ്കിൽ ശാന്തമായിട്ട് നിൽക്കുന്ന അവസരത്തിൽ ഇത് പാട് നമുക്ക് ശാന്ത അവസരത്തിൽ നമ്മൾ പാടുന്ന സാധനം ഇതൊക്കെ. മായേ മഹേശ്വരിയേ എൻ തായേ സുരേശ്വരിയേ മായേ മഹേശ്വരിയേ എൻ തായേ സുരേശ്വരിയേ നീയാണിനി അഭയം മായേ മായാതീത സ്വരൂപിണിയേ നീയാണിനി അഭയം മായേ മായാതീത സ്വരൂപിണിയേ മായേ മഹേശ്വരിയേ എൻ തായേ സുരേശ്വരിയേ
നീയാണിനി അഭയം മായേ മായാതീത സ്വരൂപിണി. ഇങ്ങനെയൊക്കെയുള്ള പാട്ടാണ് അവര് നമുക്കൊരു പ്രത്യേക ഭക്തരെ മൂടി കൊണ്ടുവരാൻ പറ്റും. പെട്ടെന്ന് ആ കൂട്ടത്തിൽ കയറി ദാരികന്റെ പാടി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ഞെട്ടി. പക്ഷെ അത് പാടാൻ പറ്റിയ ഏറ്റവും നല്ല അവസരം എന്ന് പറയുന്നത് നമുക്ക് ഈ വിശേഷാൽ ഭക്തന് മനസ്സിൽ നല്ല പ്രകമ്പനം കൊള്ളിക്കാൻ പറ്റുന്ന ഒരു പാട്ട്. അതുകൊണ്ടാണ് നമ്മൾ പാടാതിരുന്നത് പലയിടത്ത്. പക്ഷെ പാടുന്നുണ്ട്. അത് ഇങ്ങനെ ഒരു വിശേഷം നമ്മൾ പറഞ്ഞായിരുന്നല്ലേ, പിന്നെ ഭദ്രകാളിയുടെ രണ്ട് രീതിയിലാണ്. ഒന്ന് ഓരോ രൂപം വർണ്ണിക്കുകയും രണ്ടാമത്തെ വലിയ യാചനയും. അതുപോലെ അതിനകത്തെ പ്രത്യേകത പറഞ്ഞാൽ അതുപോലെ ഈ ദാരികാസുരൻ ശിവന്റെ വരം വാങ്ങിക്കുമായിരുന്നു. വരം വാങ്ങിച്ചിട്ട് ഇദ്ദേഹത്തിന് പകലാരും കൊല്ലം പറ്റരുത്. അതുപോലെ ഈ അയോനി ജാതരായിരിക്കണം. അതായത് സ്ത്രീ പുരുഷ അങ്ങനെ അങ്ങനെ ആരൊക്കെ അങ്ങനെ ഒരാളുണ്ടെങ്കിലേ കൊല്ലാൻ പറ്റുള്ളൂ. പക്ഷേ ഈ സെൽദിൻ സഹിക്കാൻ വന്നപ്പോൾ അവസാനം ശിവൻ മൂന്നാം കണ്ണിൽ നിന്ന് പെറ്റിട്ടെന്ന് പറയുന്നത് ഭദ്രകാളിയെ. അങ്ങനെ ഇയാൾക്ക് ഈ പകലേ കൊല്ലാവും. ഈ പുള്ളി ഈ ദുഷ്ടത മൊത്തം കാണിച്ചത് ഈ അന്തിമാളം എന്ന് പറഞ്ഞ പുള്ളിയുടെ ഒരു ആവാസ കേന്ദ്രം ഇവിടെ പോയി പാത്തിരിക്കും. എന്നിട്ട് ആ സമയത്ത് ഭദ്രകാളി പകലാണ് വരുന്നത്. പകലിലെ കൊല്ലാൻ പറ്റത്തുള്ളൂ. എന്നിട്ട് ഈ ഭദ്രകാളി എന്ന് വെച്ചാൽ ഈ മുടി പനങ്കല പോലുള്ള ഈ മുടി അടിച്ചിട്ട് സൂര്യനെ മറയ്ക്കും. അത്രയ്ക്ക് വലിയ രൂപമായിരുന്നു, ബഹുരൂപമായിരുന്നു. അങ്ങനെ മറച്ചിട്ട് രാത്രിയാവും. സൂര്യനെ ഒരു മുടിക്കകത്ത് ഒളിപ്പിച്ചെന്നാ പറഞ്ഞു. ഈ എന്നിട്ട് ഈ ചന്ദ്രനെ പിടിച്ച് മുടിയിൽ തിരികെന്നും നക്ഷത്രങ്ങളും പിന്നെ മുല്ലപ്പൂവിന് വരും കുത്തിന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ മുടിക്ക് തന്നെ ഈ പാട്ടിന് പ്രാധാന്യം. കാരിരുൾ സമമായ എല്ലാരും പാടുന്നത് കാരിരുൾ സമമായ നിന്തിരി വാർമുടി ചുരുൾ കൈതൊടുന്നത്. അതല്ല, പാട്ടതല്ല. കാരിരുൾ സമമായ നിൻ തിരുവാർമുടി ചുരുളുന്ന മുടിക്ക് നിന്തിരി വാർമുടി എന്ന് പറയുമ്പോൾ അത് നിന്റെ വാർമുടി എത്തുള്ളത്. തിരുവാർമുടി, അതാണ് പാട്ട്. അപ്പൊ കേൾക്കാൻ മനസ്സിലാവും. കാളി കാളി മഹാകാളി കാലകാല പ്രിയങ്കരി കാമിതാർത്ഥ പ്രദായിനി ഭദ്രകാളി നമോസ്തുതേ. ദാരികന്റെ ശിരസു കൊയ്തൊരു ഘോരരൂപിണി അംബികേ. ദാരികന്റെ ശിരസു കൊയ്തൊരു ഘോരരൂപിണി അംബികേ. കാരിരുൾ സമമായ നിൻ തിരുവാർമൊഴി കൈതൊഴാം. കാരിരുൾ സമമായ നിൻ തിരുവാർമൊഴി കൈതൊഴാം. ദാരികന്റെ ശിരസു കൊയ്തൊരു ഘോരരൂപിണി അംബികേ. ഈ കനൽ ജ്വലിച്ചു തള്ളിയ തീക്ഷ്ണമാം നയനങ്ങളും. ഈ കനൽ ജ്വലിച്ചു തള്ളിയ തീക്ഷ്ണമാം നയനങ്ങളും. കൈതൊഴാം ഭയങ്കരി തവ മൂർച്ചയേറിയ ദംഷ്ട്രയും. കൈതൊഴാം ഭയങ്കരി തവ മൂർച്ചയേറിയ ദംഷ്ട്രയും. ദാരികന്റെ ശിരസു കൊയ്തൊരു ഘോരരൂപിണി അംബികേ. കാരിരുമ്പു കടുപ്പമേറിയ മേനിയന്തൊടു കൈതൊഴാം. കാരിരുമ്പു കടുപ്പമേറിയ മേനിയന്തൊടു കൈതൊഴാം. ആകെയുള്ള വസൂരിയും തൊഴം മേരുവത്ത പയോധരേ. അമരിക്കത്തെ പ്രത്യേകതയുണ്ട്. ഇവരുടെ പ്രത്യേകിച്ച് കാരിരുമ്പ് കടുപ്പമേറിയ മേനി അൻപട് കൈതൊഴാം. ആകെയുള്ള വസൂരിയും തൊഴാം മേരുവത്ത പയോധരേന്ന്. ഇത് കാരുണ്യം പിന്നെ പർവ്വതം പോലുള്ള പിന്നെ സ്ഥലമുള്ളവളെന്ന് പറഞ്ഞു ചെയ്തു. പക്ഷെ അതിനകത്തില് ഈ ആകെയുള്ള വസൂരിയും തൊഴാം. ഇത് ഈ ദാരിക നിഗ്രഹം നടക്കുന്ന സമയത്ത് ഈ ദാരികന്റെ പെങ്ങള് ശിവന് വരം വാങ്ങിക്കുമായിരുന്നു. അപ്പൊ ശിവനെന്തി അറിയോ, ഒന്നും കൂടെ കല്ലാണ്ട് കുറെ വിയർപ്പ് തുള്ളികൾ എടുത്തിട്ട് കയറ്റിടും. അതാണ് വസൂരി. അതിങ്ങനെ ഭദ്രകാളി ദാരികവധം കഴിഞ്ഞ് വരുന്ന സമയത്ത് ഭദ്രകാളി ദേഹത്ത് പ്രയോഗിക്കും ഈ വസൂരി ഈർപ്പെടുത്തി. അങ്ങനെ വസൂരി ഭദ്രകാളി വീഴുന്ന അവസ്ഥയാകും. അങ്ങനെ ശിവൻ വീരഭദ്രൻ ജടയിൽ നിന്ന് വീരഭദ്രൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ എന്നാൽ കല്ലും എലുമ്പും പാമ്പും ഒക്കെ മരവുരിയും പുരുത്തോലും എല്ലാം ഇങ്ങനെ ഭദ്രയുടെ രൂപം കണ്ടു കണ്ട എല്ലാം
വാരിയിട്ട് അങ്ങനെ കുറെ കാലയിലും കയ്യിലും ഒക്കെ വീണ്, മുഖത്തും വീണ്, മുഖത്ത് നാക്കില് മൂക്കില് രണ്ട് കവിളില് അങ്ങനെ വീണപ്പോഴേ ഈ ഈ പിന്നെ വീരഭദ്രൻ നക്കി തുടച്ചു ഈ വസൂരി കയ്യിലും കാലിലൊക്കെ. മുഖത്ത് തുടയ്ക്കാൻ ഭദ്രകാളി പറഞ്ഞു, എന്റെ സഹോദരിക്ക് മുഖത്ത് ചേർത്തുകൂടാ, അതുകൊണ്ട് എനിക്ക് അലങ്കാരമായിട്ട് തിരുന്നോട്ടം അങ്ങനെ പറയുന്നത്. അതുകൊണ്ട് ആകെയുള്ള വസൂരിയും ഹാരമായ കപാലവും കടിസൂത്രമായ കരങ്ങളും. ഇതും പാടുന്ന ചെല്ലുണ്ട്. ഹാരമായ കപാലവും കടി സൂത്രമല്ല, കടിസൂത്രം എന്ന അരപ്പട്ട. കടി ഹാരമായ കപാലവും തലയൂട്ടി, കപോലം കവളാന്നല്ലേ, കപാലം, ഹാരമായ കപാലവും കടിസൂത്രമായ കരങ്ങളും. ഈ അരപ്പട്ട ഇതാണല്ലോ. ഹാരമായ കപാലവും കടിസൂത്രമായ കരങ്ങളും താണ് കൈതൊഴാനാകണം കൃപ കാലിലുള്ള ചിലമ്പതും. എല്ലാവരും ചിലങ്കിയാറ്, ഒരാളെ ഒറ്റ ചിലമ്പേ ഉള്ളൂ. ചിലമ്പതും അല്ല, ചിലമ്പുകൾ എന്ന് പാടാറുണ്ട്. ചിലമ്പതും, ചിലർ ചിലങ്കയാണ് പാടുന്നത്, ചിലങ്കയല്ല ചിലമ്പാണ്. ഹാരമായ കപാലവും കടിസൂത്രമായ കരങ്ങളും, ഹാരമായ കപാലവും കടിസൂത്രമായ കരങ്ങളും താണു കൈതൊഴാനേകണം കൃപകാലിലുള്ള ചിലമ്പതും. താണു കൈതൊഴാനേകണം കൃപകാലിലുള്ള ചിലമ്പതും. ദാരികന്റെ ശിരസു കൊയ്തൊരു ഘോരരൂപിണി അംബികേ, ഉഗ്രമായൊരു രൂപമേ വേതാള കണ്ഠ നിവാസിതേ. ഉഗ്രമായൊരു രൂപമേ വേതാള കണ്ഠ നിവാസിതേ. വള്ളി കുന്നമർന്നെഴും ശ്രീഭദ്രകാളി നമോസ്തുതേ. വള്ളി കുന്നമർന്നെഴും ശ്രീഭദ്രകാളി നമോസ്തുതേ. ദാരികന്റെ ശിരസു കൊയ്തൊരു ഘോരരൂപിണി അംബികേ. ദേവി മായേ പിന്നെ സാറിന്റെ കുട്ടിക്കാലം, അതുപോലെ ചെറുപ്പത്തിലെ തൊട്ട് തന്നെ ഇതുപോലെ ദേവി ഉപാസകനായിരുന്നോ, ദേവി ഭക്തനായിരുന്നോ? ഭക്തി നമ്മുടെ ഒരു ഞാൻ ഈ അന്ധവിശ്വാസി എന്ന് വെച്ചാൽ ഈ എന്തിനാണ് ഈശ്വരവിശ്വാസം കൂടുതലാണ്. അന്ധവിശ്വാസം ഈ അങ്ങനെയുള്ള അന്ധവിശ്വാസമല്ല. നമ്മൾ കർമ്മം ചെയ്യാതെ നമുക്കൊന്നും കിട്ടത്തില്ല. അല്ല ഈശ്വരൻ അങ്ങനെ ഒരാളുണ്ടെന്നോ അങ്ങനൊന്നും എനിക്കില്ല. പക്ഷെ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് എന്നൊരു ധൈര്യമുണ്ട്. എന്ത് ചെയ്യുമ്പോൾ എന്ത് ചെയ്താലും അതിനു മുമ്പ് നമ്മളിങ്ങനെ മനസ്സിലാക്കി കൊച്ചിലോട്ട് വളർന്നു വന്ന രീതി അതാ. നമ്മൾ പഠിച്ചു വന്ന രീതിയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മളന്ന് കൊച്ചിലെ പഠിച്ചു വെച്ചതൊക്കെ ഉണ്ട്. അവിടെ കരാകര വസതി ലക്ഷ്മി കരമന്തി ഇതൊക്കെ അതന്ന് പഠിച്ചു വെച്ചാൽ നമുക്ക് ഇതുകൊണ്ട് എന്ത് പ്രകൃതിയായിട്ട് ഭയങ്കര നമ്മള് ഇല്ലയോ ഈ ഭൂമിയോട്ടങ്ങുന്നതിന് മുമ്പേ സമുദ്രവസന ദേവി ഹർവസ്തന മണ്ഡലി വിഷ്ണു പത്നി നമസ്തപ്യം പാദസ്പർശം ക്ഷമസ്വമേ എന്നൊക്കെ പറഞ്ഞ ആ രീതിയിൽ നമ്മൾ വളർന്നു വന്നൊരു സാഹചര്യം അത്. അതുകൊണ്ട് നമുക്ക് ഈ എന്തോ ദൈവം എല്ലായിടത്തും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന അങ്ങനെയുള്ള ആളാണ്. അല്ലാതെ ഒരു രൂപമാണെന്നോ ഒരു ഇതാണെന്നോ ഇല്ല. പക്ഷെ എങ്കിലും നമ്മുടെ മനസ്സിൽ ഒരു രൂപമുണ്ട്. ഭദ്രകാളി സങ്കല്പം ഭയങ്കരമാണ്. എനിക്ക് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള തോന്നലുണ്ട്. മക്കൾ പഠിക്കുന്നുണ്ട് സോപാന സംഗീതം? അവര് മൂത്താള് +2 മൂത്താള് അദ്ദേഹം നല്ലപോലെ എഴുതുന്നുണ്ട് കേട്ടോ. ഞാനൊരു കവിത എഴുതിയാൽ അതിന് മറുപടി കവിത പുള്ളി എഴുതാറുണ്ട്. അത് എഴുതി വെച്ചിട്ടുണ്ട്. ഇളയാള് പാട്ട് പാടും. പുള്ളി കലോത്സവങ്ങളൊക്കെ പോയി പ്രൈസ് വാങ്ങിക്കാറുണ്ട്. ഇപ്പം 7ല്ല, ഇനി 8ല്ല. 7ാം ക്ലാസ് വരെ ഈ UPക്ക് 7ാം ക്ലാസ് വരെ മത്സരിക്കാൻ പറ്റത്തുള്ളൂ. ഹൈസ്കൂളിലേ ഉള്ളൂ. പിന്നെ അങ്ങോട്ട് സ്റ്റേറ്റിൽ പോകാൻ പറ്റില്ല. പക്ഷെ ഇവരെല്ലാം പിന്നെ UPയിലൊക്കെ ജില്ലയിൽ പോയിട്ട് പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഗ്രൂപ്പ് സോങ്ങിനും ദേശഭക്തി ഗാനത്തിനും ഒക്കെ 1ാം സ്ഥാനമാണ്. ഞാൻ നമ്മുടെ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവര് അതിനൊക്കെ മുന്നിലുണ്ട്. പിന്നെ എങ്ങനെ വേറെ ശിഷ്യന്മാര് ഒക്കെ ഉണ്ടോ? വേറെ ശിഷ്യ സമ്പത്ത് ഉണ്ട്. ശിഷ്യന്മാർ അങ്ങനെയല്ല, നമ്മൾ കൂടെ കൊണ്ടു നടന്ന് ഇങ്ങനെ ആക്കി കുറെ ആൾക്കാരുണ്ട്. അത് നമ്മൾ പഠിപ്പിച്ചെന്നല്ല, അങ്ങനെ പറയുന്നതല്ല, കൂടെ ഇങ്ങനെ നടന്ന് നമ്മുടെ കൂട്ടത്തിൽ നടന്ന് അവർക്ക് നല്ല നല്ല നിലയിലായ ശിഷ്യന്മാരുണ്ട്.
അത് ഒന്ന് ഒരു ഇവിടെ തന്നെയുള്ള ഒരു ശ്യാമസ് പടയണി, അദ്ദേഹം അസാധ്യ പാട്ട് തന്നെ. ഈ ചൂനയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ആ സൗണ്ട് അദ്ദേഹത്തിന്റെ ഇവരെന്നെ ഒരു നല്ല സാമ്യത സൗണ്ടിനെ. പിന്നെ ഒരു വെട്ടിക്കോട്ട് ഒരു സജിയുണ്ട്, പിന്നെ ഒരു അഭിലാഷ് ബാത്തികുളങ്ങളുള്ള അഭിലാഷുണ്ട്, പിന്നെ ഒരു പൗമ്പ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു പാട്ട് തന്നെ പൊടി ഞങ്ങൾ വിളിക്കുന്നത്. അങ്ങനെ കുറെ പഠിപ്പിച്ച് കൂടെ നടന്ന് പഠിച്ച കുറെ നല്ല അവരെല്ലാം നമ്മളോട് നല്ല സ്നേഹമാണ്, കരുതലാണ്, നമ്മൾ നല്ല ജീവനാണ്. പിന്നെ ഒരു രാമകൃഷ്ണ, അതേ ഇപ്പം പിന്നെ UK തോന്നുന്നു. പിന്നെ സാറ് ഈ സോപാന സംഗീതം കുറെ അമ്പലങ്ങളിലേക്കൊക്കെ പോകുമെന്ന് പറഞ്ഞല്ലോ, സ്റ്റേജ് ഷോസ് ഒക്കെ ഉണ്ട്. പിന്നെ അത് കൂടാതെ വേറെ എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും വേറെ പ്രോഗ്രാംസ്? ഈ എഴുത്ത് എന്റെ ഒരു വീക്ക്നെസ്, എഴുത്ത്, സംഗീതം. ഈ സംഗീതം അത്യാവശ്യം വർണ്ണം വരെ പഠിച്ചിട്ടുള്ളൂ. എന്നിട്ട് ഞാൻ പിന്നെ ഇത് പഠിക്കാൻ ചെയ്തു. എന്റെ ഗുരുനാഥൻ തന്നെ പറഞ്ഞു, നീ പഠിക്കണ്ട, പഠിച്ചു കഴിഞ്ഞാൽ മ്യൂസിക് ചെയ്യാൻ പറ്റത്തില്ല. പഠിക്കാത്ത നമുക്ക് കാട് കയറി എന്തും ചെയ്യാം, പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിയമങ്ങൾ നോക്കണം. നമുക്ക് അറിഞ്ഞുകൂടാത്തണ്ട് പൊട്ടക്കടന്റെ മാവില് എറിയുന്നുണ്ട്. എന്തായാലും കൊള്ളുന്നുണ്ട്. ഇപ്പൊ തന്നെ ഒരു മണമ്പ് തിരുമണമ്പൂര്, തിരുവനന്തപുരം കല്ലമ്പലത്തുള്ള അവിടുത്തെ പാട്ട് MG ശ്രീകുമാർ പാടിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒരു 8 പാട്ട് കൂടുതൽ പാടിയിട്ടുണ്ട്. സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം പാടി തന്നിട്ടുണ്ട്. നമ്മുടെ പാട്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഒരു അൻവർ സാദത്തുണ്ട്. അദ്ദേഹത്തിന് എന്റെ പാട്ടെന്ന് പറയുന്ന ജീവന്, അദ്ദേഹത്തിന് വേണ്ടി പാട്ടുകൾ ചെയ്യാറുണ്ട്. അദ്ദേഹം പാടി, അദ്ദേഹത്തിന്റെ അവരുടെ ബാൻഡ് ഉണ്ട് 10 ഏക്കർ എന്ന് പറയുന്നത്. ഈ 10 ഏക്കർ പാട്ടിന് മെയിൻ പാട്ട് എന്റെ പാട്ടാ. സ്റ്റീവൻ ദേശൊക്കെ പറയും, അൻവറിനോട് പറയും അത് പാടാൻ പറയും. ആ പാട്ട് ഭയങ്കര രസമാണ്. നമ്മുടെ നാട്ടിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. പാറക്കടവിലെ പെണ്ണേ ഏതൊക്കെ ചായക്കടയിലെ പെണ്ണേ, പാറക്കടവിലെ പെണ്ണേ ഏതൊക്കെ ചായക്കടയിലെ പെണ്ണേ, പാലപ്പൊന്ത എന്റെ പൊന്നേ കട്ടൻ കാപ്പിയനത്തന്റെ കണ്ണേ, പാലപ്പൊന്ത എന്റെ പൊന്നേ കട്ടൻ കാപ്പിയനത്തന്റെ കണ്ണേ, അത്തിന്തോ തിന്താരാ തിനതിന്തോ തിന്താരാ, അത്തിന്തോ തിന്താരാ തിന്തിന തിന്തിന തിന്താരാ. നാടൻ പാട്ടും നമുക്കല്ല നല്ല താളാത്മകമായിട്ട്. അതുപോലെ നമ്മുടെ ഈ പള്ളിക്കൽ തൊട്ടടുത്ത സ്ഥലമുണ്ട് കേട്ടോ. അവിടെ ഈ വഴികളിലൊക്കെ ഇതിലെ പോയൊരു സ്ഥലത്ത് തന്നെ ചെന്ന് നമ്മള്, അതുകൊണ്ട് പറയാൻ ഞങ്ങൾ പണ്ടോട്ട് ചൊല്ലുണ്ട്, പള്ളിക്ക് പോണേ പകലേ പോകണമെന്ന്. പകലേ പോയാൽ മാത്രം പോരാ, 4 ആൾ കൂടെ വേണം, കൂട്ടൽ ഒരുത്തൻ പിഴച്ച വേണം, പിഴച്ചവനെ കള്ളു പിടിക്കണം, അങ്ങനെ ചൊല്ലുണ്ട്. പക്ഷെ അത് നമ്മൾ പാട്ടാക്കി. പള്ളിക്ക് പോണേ പകലേ പോണം, പകലേ പോയാ മാത്രം പോരാ, 4 ആളെപ്പോഴും കൂട്ടിന് വേണം, കൂട്ടിനൊരുത്തം പിഴച്ചവൻ വേണം. അതും പാട്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഒരുപാട് നാടൻ പാട്ടായിട്ടും ഇതുപോലെ സോപാന സംഗീതം അങ്ങനെ ഒരുപാട് 10-80 പറഞ്ഞ നേരത്തെ 80ഓളം. അല്ല, സോപാന സംഗീതം മാത്രം 80. ഞാൻ പാട്ട് 1500 വരെ എണ്ണിയിട്ടുണ്ട്. പിന്നെ എണ്ണിട്ടില്ല, എഴുതിയത്. ശരി. ഇപ്പൊ MG സാറ് എപ്പോഴും പാടാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഇത് പറഞ്ഞല്ലോ, എവിടെ ചെന്നാലും അത് പാടാൻ പറയുന്നു. അതേതായിരുന്നു? MG-യുടെ കാര്യം ഞാൻ അൻവറിന്റെ കാര്യം പറഞ്ഞു. അതാണ് പാറക്കടവിലെ പെണ്ണാണ്. അൻവർ എവിടെ പോലും ആവശ്യപ്പെടുന്ന ഒരു പാട്ട്. പിന്നെ ഈ താരകപ്പെണ്ണാളെ എന്നൊക്കെ പറഞ്ഞ പാട്ടുകൾ, ഇതൊക്കെ എന്റെ കൂട്ടുകാർ ചെയ്ത പാട്ടുകളാണ്. നമ്മുടെ തൊട്ടടുത്ത ഇത് എഴുതിയ ആള് സത്യം കൊമ്മല്, എന്റെ കൂട്ടുകാരനാണ്. മ്യൂസിക് ചെയ്ത് മധുകൊണ്ടകം. നമ്മുടെ എല്ലാം എന്ന് പറയുന്നത്, എനിക്ക് ഈ 1500 പാട്ടല്ലെങ്കിൽ ഇത് ചെയ്യാൻ നമ്മുടെ കൂടെ ഒപ്പം നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ട്. എന്തൊരു കണ്ണൻ രവീസ് സ്റ്റുഡിയോ, നമ്മുടെ കായംകുളത്ത് രവീസ് സ്റ്റുഡിയോ ഉണ്ട്. അദ്ദേഹം നമ്മുടെ ഇവിടെ കട്ടക്ക് നിൽക്കുക പാട്ട് ചെയ്യാൻ. ഏത് പാട്ട് ഞാൻ എവിടെ പാട്ട് ചെയ്താലും മിക്സ് ചെയ്യുന്ന അവിടെ എനിക്ക് ഭയങ്കര ഒരു പൂർണ്ണ സംതൃപ്തിയാണ്. അദ്ദേഹത്തിന്റെ മിക്സിങ് അസാധ്യമായിട്ടാണ് ചെയ്തു തരുന്നത്. ഇപ്പൊ ഈ എന്താ പറയാ, ഇപ്പോഴത്തെ ഈ ലേറ്റസ്റ്റ് ചെറു പിള്ളേരുണ്ടല്ലോ, ഈ ന്യൂജൻ കുട്ടികളൊക്കെ, അവരൊക്കെ ഇതിലേക്ക് വരുന്നുണ്ടോ ഈ നമ്മുടെ ഈ സോപാന സംഗീതം? വരുന്നുണ്ട്. അവർക്ക് ഇതിന്റെ അഴക്, ഇടയ്ക്കയുടെ അഴക്, അതൊരു അത് പിന്നെ പാട്ടിന്റെ സ്റ്റൈല്, പെട്ടെന്ന് ഒരാളുടെ മനസ്സ് കീഴടക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഈ ആ ഒരു രൂപം, ഒരു സോപാന സംഗീതത്തിന്റെ രൂപം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എവിടെ ഇതുകൊണ്ടൊരു ഫോട്ടോ എടുക്കാൻ പോലും, ഇടയ്ക്കായിട്ടൊരു ഫോട്ടോ എടുക്കാൻ പോലും ഇങ്ങനെ താല്പര്യം ആൾക്കാർക്ക്. പിന്നെ അത് പഠിച്ചാലോ എന്ന് പറയാം, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. പിള്ളേർ മാറിയില്ല. നമ്മൾ ന്യൂജൻ എന്ന് പറഞ്ഞാൽ തകേണ്ട കാര്യമൊന്നുമില്ല, അവർ അസാധ്യമുണ്ട്. ശ്രീയേട്ടൻ തന്നെ MG ശ്രീമാര് ഏറ്റുമാനയുടെ പരിപാടി കാര്യം പറഞ്ഞ്, അദ്ദേഹം പണ്ടങ്ങാണ്ട് പാടിയൊരു പാട്ട് അവിടെ ഈ കഴിഞ്ഞ റെക്കോർഡിങ്ങിനായി പറഞ്ഞ പണ്ടങ്ങാണ്ട് അവിടെ പാടിയൊരു പാട്ട് അദ്ദേഹം പാടി. ഈ ജെൻസ് മൊത്തം ന്യൂ ജെൻസ് അവിടെ നിന്ന് പാടുന്നത്. പുള്ളി അങ്ങനെ ഒറ്റ നിപ്പ് 7 പാട്ട് പാടിയെന്ന് പറയുന്നത്. അങ്ങനെ ചോദിച്ചാൽ അടുത്ത ചിത്രാരാണ് പാടാൻ പോകുന്നത്. പാടാൻ പോയപ്പോ ഏത് പാട്ടാണെന്ന് ചോദിച്ചത്, പറഞ്ഞതുപോലെ 7:30 പൊന്നാന. അപ്പം പുള്ളി മനസ്സിൽ ചോദിച്ചേട്ടാ, അത്രയും ഗംഭീരമായിട്ട്
മൊത്തം ടൈറ്റ് പാട്ട് പാടി വെച്ചേക്കുക. അതിൽ നിന്ന് ഏക്കത്തില്ല, ഏക്കുമെന്ന് പുള്ളിക്ക് സംശയം. പുള്ളി പറഞ്ഞു ഇത്രയാണ് പാടി തുടങ്ങും ഈ പുതിയ തലമുറ പാടുന്നത്, പുതിയ തലമുറ പാടുന്നത്. ഇവരെങ്ങനെ കാണാൻ പഠിക്കും നമുക്കറിയത്തില്ല. അതെ അതെ. അല്ല ഇപ്പൊ അതിന് അങ്ങനെ കുറെ ഉണ്ട്. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയാസും ഫോൺ അതിലൊക്കെ കുട്ടികള് ഒരു കുറച്ച് മുമ്പുള്ള ജനറേഷനിൽ നിന്ന് ഇത്തിരി കുറച്ചൊരു മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ പഴയതിനെ സ്നേഹിക്കാൻ തുടങ്ങിയ ശരി പിന്നിലോട്ട് ഭക്തിയുടെ കാര്യത്തില ഇപ്പം ആൾക്കാർ കുഞ്ഞുങ്ങളൊക്കെ ഇതിനിടയ്ക്ക് ഒരു ഇത് മാറി തിരിഞ്ഞായിരുന്നു. പിന്നെ ഇപ്പൊ ഈ എന്താ പറയാ ഐഡിയ സ്റ്റാർ സിംഗർ പോലത്തെ കുഞ്ഞു കുട്ടികളുടെ പ്രോഗ്രാമുകളും കണ്ടിട്ടില്ലേ, കൊച്ചുകുട്ടി പോലും പാടുന്നതൊക്കെ. അല്ല ജനങ്ങൾ അതുകൊണ്ട് തെറ്റ് പഠിപ്പ് ജനങ്ങൾ കണ്ടുപിടിക്കും. അതെ അതെ. എന്തോ എവിടെങ്കിലും തെറ്റ് പഠിപ്പ് എന്താ മിസ്റ്റേക്ക് കൊണ്ട് കണ്ടുപിടിക്കാൻ തുടങ്ങിയത് എന്താണ് പറയാൻ അറിയത്തില്ല, അവർക്ക് അറിയാം. ഈ തലമുറയ്ക്ക് അറിയാതെ. സാറ് നേരത്തെ നമുക്കൊരു പടയണിപ്പാട്ട് പാടി തന്നല്ലോ. ഈ പടയണിപ്പാട്ട്, പടയണി ചുവട്, അതൊക്കെ എന്താണ് അതിന്റെ? അത് ഇതിന്റെ പേര് തന്നെ പടയണി വെട്ടം, അമ്പലത്തിന്റെ പേര്. ഈ പണ്ട് പടയണി അനുഷ്ഠാന കല ഒരു ഗോത്രകലയും കൂടെ വേണം. അപ്പൊ ഈ പടയണി ഇവിടെ നടന്നുകൊണ്ടിരുന്നപ്പോൾ നടക്കുന്ന സമയത്ത് കുരവിടേണ്ട സമയമുണ്ട്. അപ്പൊ നാരിമാര് കുരവിടാൻ ആളില്ല വന്നപ്പോൾ ശ്രീലകത്തിരുന്ന് അമ്മമാര് കുരവിട്ടെന്നും കാണാൻ അമ്മമാര് ചൂട്ടും കൊണ്ടുവന്നെന്നും ആ ചൂട്ടിന്റെ വെളിച്ചത്തിൽ കണ്ടുകൊണ്ടാണ് പിന്നെ പടയണി വെട്ടം എന്ന പേര് വന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ഇതുണ്ടായ കാര്യം എന്ന് വെച്ചാൽ അതും ഈ പറഞ്ഞാൽ ഭദ്രകാളിയായിട്ട് ബന്ധപ്പെട്ടേ പടയണി ഉണ്ടായിരിക്കുന്നത്. ഭദ്രകാളി ഈ ദാരിക നിഗ്രഹത്തിന് ശേഷം വരുന്ന സമയത്ത് ഈ കോപം ശമിപ്പിക്കണമല്ലോ. അങ്ങനെ ഗണപതിയും ബാക്കി ഭൂതഗണങ്ങളും ദേവഗണങ്ങളും എല്ലാവരും കൂടി ചെന്നിട്ട് ഈ ആലില്ല കൈമണിയായിട്ട് വാഴപ്പിണ്ടി വെട്ടി കെട്ടി മദ്ദളമാക്കിയെന്നും പിന്നെ പാളയുണ്ട് നമ്മുടെ കമുകിന്റെ പോളക്കകത്തില് കോലം വരച്ച് തുള്ളിയെന്നും അങ്ങനെ ഉണ്ടായ പാട്ടുകൾ. അതുകൊണ്ട് പാട്ടിന് പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് പടയണി അങ്ങനെ ഒരു പറയുന്നുണ്ട്. ഞാനും ഈ ദാരികന്റെ ശിരസ് എഴുതിയേക്കുന്ന ഇതിന് പിന്നെ ഭദ്രകാളി ദാരികത്തിന് ശേഷം വരുന്ന ആ ഒരു കൺസെപ്റ്റോട് കൂടി എഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അങ്കന്യാസം അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ 2 വരി നമ്മളെ ഭദ്രകാളിയുടെ ഉഗ്രരൂപവും ബാക്കി 2 വരി നമ്മുടെ പ്രാർത്ഥനയാണ്. പാട്ട് പ്രത്യേകത എങ്ങനെ ഒന്നും ഇങ്ങനെ നിൽക്കും, ഒന്നിങ്ങനെ ത്രസിച്ച് നിൽക്കുക, അടുത്ത 2 വരി നമ്മുടെ യാചന, ഭക്തന്റെ യാചനയായിട്ട്. അതുകൊണ്ട് ദാരികന്റെ ശിരസു കൊയ്തൊരു ഘോരരൂപിണി അംബികേ അവിടെ അവതര കാരിരുൾ സമമായ നിൻ തിരുവാർമുടിച്ചുരുൾ കൈതൊഴാം. അവിടെ ഗംഭീരമില്ല. അതിന്റെ എല്ലാവരും അങ്ങനെ എഴുതിയിരിക്കുന്നതും ചിട്ടപ്പെടുത്തിയിരിക്കുന്നതും അങ്ങനെ തന്നെ. ഗംഭീരം പിന്നൊരു യാചന. ആ പണ്ടിരിക്കുന്ന ഭംഗി അതാണെന്ന്. തീർച്ചയായിട്ടും പെട്ടെന്ന് 2 ഭാവത്തിലോട്ട് മാറുന്നു. മൊത്തത്തിൽ ഇങ്ങനെ ഒരു യുദ്ധം പോലല്ല. ഒരു പ്രത്യേക മനസ്സിനൊരു പ്രത്യേക ഒരു എന്താ പറയാ ഇതിനെ ഒരു പ്രത്യേകതയാണ് അത്. ആ വരികൾ കേൾക്കുമ്പോൾ കേട്ടിരുന്ന് പോവാൻ തോന്നും. പള്ളികുന്നോന്നുണ്ട് കേട്ടോ. എന്റെ ലാസ്റ്റ് വരി ഇങ്ങനെ ഉഗ്രമായൊരു രൂപമേ വേതാള കണ്ഠ നിവാസിതേ, ഉഗ്രമായൊരു രൂപമേ വേതാള കണ്ഠ നിവാസിതേ, വള്ളികുന്ന അവിടെ യാചന വള്ളികുന്ന മമർന്നെഴും ശ്രീ ഭദ്രകാളി നമോസ്തുതേ. എങ്ങനെ ആ പാട്ട് ഭംഗിയതാ. അതെ. പിന്നെ ഈ സോപാന സംഗീതം അതുപോലെ വേറെ ഏതെങ്കിലുമൊക്കെ ഇതുപോലെ കുറച്ച് ഫേമസ് ആയത് സാർ എഴുതിയിട്ടുള്ള വേറെ? ഫേമസ് ഉണ്ട്, ഞാൻ എല്ലായിടത്തും പറയാനുള്ളത്. ഈ പുറത്ത് പാടാൻ പറ്റും. സിനിമയ്ക്ക് വേണ്ടി ഒരു കൗരവസേന പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി പാട്ടുണ്ട്. പക്ഷെ നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റാതെ എല്ലാവരും ഇത് ചോദിക്കാറുണ്ട് എന്തിന് അതങ്ങനെ ഇവിടെ എന്ത് കാര്യമെന്ന്. നമുക്ക് സിനിമയായതുകൊണ്ട് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതേ സാധനം ഞാനും നമ്മുടെ മത്തായി സുനിൽ നാടൻ പാട്ട്, മത്തായി സുനിൽ എൻ്റെ ഏറ്റവും ഞങ്ങളാണ് പാടിയിരിക്കുന്നത്. അത് പാട്ട് ഫേമസ് എല്ലാവർക്കും അറിയാവുന്ന കുടിയന്മാരുടെ ദേശീയഗാനം എന്നൊക്കെ പറയുന്ന പോലെ. ഇതുപോലൊരു സാധനമുണ്ടോ ഇനി ഈ ഭൂലോകത്ത്, ഉണ്ടാകാൻ ഒരു തരമില്ല, കള്ളിനും മുകളൊന്നില്ല, കാര്യം കാണാൻ കള്ളു വേണം, കള്ളു കുടിച്ചാൽ പേരുദോഷം, അരിയോരരിയോരരിയോരരിയോരേ. ഇങ്ങനെ പാട്ടുണ്ട്. ആയിരക്കണക്കിന് റീൽസിന്റെ. പിന്നെ കവിതകളൊക്കെ ഉണ്ട് വളരെ ഫേമസ് ആയ. ഈ മഴയാണ് പോലും ഒക്കെ എൻ്റെ എഴുതുക. അത് ഈ പ്രവാസികളൊക്കെ ഒത്തിരി വിളിച്ച് അതാരാന്ന് അറിയത്തില്ല. മഴയാണ് പോലും, മഴയാണ് പോലും, കുളിരാണ് പോലും, പ്രാണന്റെ പ്രാണനം പ്രിയ സഖിക്കെന്നെ കാണണമെന്നുണ്ടു പോലും,
ഒന്ന് പുണരുവാൻ കൊതിയാണു പോലും. അതായത് ഒരിക്കലും ഞാൻ ഇവിടുത്തെ ഉച്ചപൂജ കഴിഞ്ഞിട്ട് നമ്മുടെ ഈ സദ്യാലത്തിന് വേണ്ടി പോയി ഭയങ്കര മഴ. അപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചായിരുന്നു ഗൾഫിൽ. അപ്പൊ വീട്ടിൽ ആ 2 കുഞ്ഞുങ്ങളും പിന്നെ അദ്ദേഹത്തിന്റെ വൈഫേ ഉള്ളു. അപ്പൊ അവിടെ അദ്ദേഹം വളരെ കഷ്ടപ്പെടുന്നത്. അപ്പൊ അദ്ദേഹം വീട്ടിൽ വരാത്തതിന്റെ ഒരു വിഷമം. അപ്പൊ വിളിച്ചു പറഞ്ഞപ്പോ നമ്മുടെ മനസ്സിൽ ഈ മഴ വന്നപ്പോ നമുക്ക് ശരി പുള്ളി പറയാം, എന്റെ പ്രാണസഖി വീട്ടിൽ പറയുന്ന മഴയാണ് പോലും, ഇടിയാണ് പോലും, കാറ്റാണ് പോലും, ഓമൽക്കിനാവുകൾ മാറോടണച്ച് പേടിച്ചിരിപ്പാണ് പോലും, വീട്ടിന് ആരോരും ഇല്ലെന്ന് പോലും. അങ്ങനെ പുള്ളിയുടെ ഒരു മനസ്സിച്ച് അങ്ങനെ സാധനം ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കവിത എന്ന് പറയുന്നത്, വിരഹാർദ്രമാകുമീ സന്ധ്യയിൽ നോവിൻ്റെ ഉമ്മറത്തിണ്ണയിൽ ഞാനിരിക്കേ, വിരഹാർദ്രമാകുമീ സന്ധ്യയിൽ നോവിൻ്റെ ഉമ്മറത്തിണ്ണയിൽ ഞാനിരിക്കേ, പ്രണയാർദ്രയായി വന്നണയില്ല എങ്കിലും അറിയുന്നു നിന്മനം കൂട്ടുകാരി. ഇപ്പൊ പ്രണയ കാവ്യങ്ങളും എല്ലാം വേണം, എന്ത് വേണമെങ്കിലും ഇന്നൊന്നുമില്ല. എഴുതി 10-20 വർഷം കൊണ്ട് 20 വർഷം കൊണ്ട് എഴുതി അങ്ങനെ തുറന്നു. സിനിമയിലേക്ക് വേണ്ടി എഴുതിയിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. കൗരവസേന ഒരു തമിഴ് സിനിമ ഉയരിക്കും വരെ എന്നൊരു സിനിമയ്ക്ക് വേണ്ടി ഞാൻ മ്യൂസിക് ചെയ്തായിരുന്നു. അതൊരു ഉദയകാന്ത് എഴുതിയിരിക്കുന്നത്. ഞാനത് അതിന്റെ ട്രാക്ക് പാടിയിരിക്കുന്നത് ഞാനായിരുന്നു. അപ്പൊ വോയിസ് കേട്ട ഡയറക്ടർ പറഞ്ഞു, ആ വോയിസ് മതി, ഈ ഒരു സ്ക്രാച്ച് ഉള്ള വോയിസ് ആയതുകൊണ്ട് കേൾക്കാത്ത വോയിസ് ഉണ്ടെങ്കിൽ പാട്ട്. തെങ്കാശിപ്പൂവേ തേണോറും തീവേ കുற்றாலക്കുളിരേ വറ്റാതെ നദിയെ അടി ഉണ്ണേണച്ച് ദിനന്നൂളാണ് ഇളച്ച് കണ്ണോറും മയ്യാകെ നാനും മാറവ നെഞ്ചോറും ഉള്ളൂരു വാസക്കൂറവ. അപ്പൊ ഫീമെയില് രാസാ ഉണ്ണത്താം മനസ്സ് തേടിയത് ലൈസാപ്പൂ പോല പറക്ക തോണത് ആട എന്നോട മാമ ദിനന്നൂലാകലാമ കണ്ണോടം മയ്യാകെ കളഞ്ചു പോയിടും കണ്ണാവേ നീയാണേ ഉസിറ് നിറഞ്ചിട്. നീ എന്റെ കൺമഷി ആയാലും മാഞ്ഞു പോകും, എന്റെ കണ്ണായി കഴിഞ്ഞാൽ. അങ്ങനെ പുള്ളിക്ക് നിന്റെ കണ്ണിലെ കൺമഷി ആവണമെന്ന് പുള്ളി നായകൻ ചോദിക്കുന്നത്. അപ്പൊ നായിക ഒരു കൺമഷി ആയാലും ചിലപ്പോ നീ മാഞ്ഞു പോകും, നീ എന്റെ കണ്ണായം മതി. അങ്ങനെ സാധ്യത പുള്ളി എഴുതി വെച്ചേക്കുന്നത്. പുള്ളി പറഞ്ഞു തന്നെ നമ്മളിതൊന്നും അറിയാ പാടിയത്. പിന്നെ അതുപോലെ വേറെ അച്ഛനമ്മയുണ്ട്. പിന്നെ ഞങ്ങള് 4 ആൺപിള്ള ആണുങ്ങളാ. അവരൊക്കെ എന്ത് ചെയ്യണു? ഈ ഫീൽഡ് തന്നെയാണോ? അല്ലല്ല, രണ്ടാമത്തെ ആള് അവിടെ ഒരു കടയിൽ നിൽക്കുക. മൂന്നാമത്തെ ആള് പിന്നെ പ്ലംബിങ്, വയറിങ് ജോലികള്. 4-മത്തെ ആള് പിന്നെ അലൂമിനിയം ഫാബ്രിക്കേഷൻ. വൈഫ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? വൈഫൊന്നും ചെയ്യുന്നില്ല. അപ്പൊ മക്കൾക്കും കിട്ടിയിട്ടുണ്ട് അല്ലേ? ഞാൻ പിന്നെ ഈ മേഖലയിലോട്ട് ഇങ്ങനെ നമ്മൾ ഈ കഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തില് ഇതല്ലേ ഒഴുക്കുവെള്ളത്തില് കരിയില വീണ് ഒഴുകുന്നത് പോലെ ലക്ഷ്യമില്ലാതെ ഒഴുകിക്കൊണ്ടുന്ന ജീവിതം എൻ്റെ. ഈ ദാരികന്റെ ശിരസ് കൊയ്തോള് വന്നതിന് ശേഷമാണ് നമുക്കൊരു എന്തോ ഒരു ലക്ഷ്യം വന്നെന്ന് തോന്നുന്നത്. അതുവരെ നമ്മൾ ഈ കല ഒരിക്കലും ഞാൻ ഇതെല്ലാം നിർത്തി പോയാലോ. എൻ്റെ പെയിന്റിങ് ആയിരുന്നു എൻ്റെ പണി. ക്ലാസ് ഞാൻ പഠിക്കാൻ പോകുന്ന പെയിന്റിങ്ങിന് പോയിട്ടാണ് ഞാൻ ഈ IT ഫീസ് കൊടുക്കുന്ന പെയിന്റിങ്ങിന് പോയിട്ടായിരുന്നു. പിന്നെ ആ മേഖലയിലോട്ട് അങ്ങ് പോയാലോ, മൊത്തം കളഞ്ഞേക്കാം എന്നൊക്കെ പിടിച്ചു നിൽക്കാൻ വയ്യാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. എങ്കിലും നമ്മള് കളയാതെ എൻ്റെ ഒത്തിരി കൂട്ടുന്നുണ്ട് അങ്ങനെ വേണ്ട, ഇതുകൊണ്ട് പ്രതിഫലം കിട്ടുന്നില്ലല്ലോ. ഈ പാട്ട് എഴുതുന്ന കലാകാരന്മാര് അങ്ങനെ ഉണ്ട്, നല്ല കലാകാരന്മാര് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തവരൊക്കെ. നമ്മൾ ഈ ഇതൊന്നും അറിയാതെ ചില വർക്കിന്റെ കാര്യമൊക്കെ പറഞ്ഞാല് നമ്മളെ ചില വർക്ക് ചെയ്യിപ്പിച്ചു കഴിഞ്ഞിട്ട് ഇവര് ചിലവര് നമ്മൾ റെക്കോർഡിങ് നന്നായിരിക്കും പറഞ്ഞത് പൈസ ഇല്ല, നമ്മൾ പാടിക്കാൻ ചുടീകരിക്കാൻ റെക്കോർഡിസ്റ്റും പാട്ടുകാരനും വന്നു നിന്ന് നമ്മൾ കഴിഞ്ഞിട്ട് പൈസ ഇട്ടല്ലേ. ഞാൻ നിരവധി സ്വർണം വരെ കൊണ്ടേ കളഞ്ഞിട്ടുണ്ട് വർക്കിറങ്ങുന്നതിന് വേണ്ടി. പക്ഷെ അത് ഇപ്പൊ അതിന്റെ ഒരു ഗുണം. പക്ഷെ അതെനിക്ക് ഒരു ജീവിതത്തിന്റെ എക്സ്പീരിയൻസ് എനിക്ക് പരീക്ഷണ വസ്തുവാക്കുമായിരുന്നു എങ്ങനെ. അപ്പൊ എന്താ ഒരു ദിവസം ഇന്നിപ്പോ എന്നോട് ഒരു ആൽബത്തിന്റെ കാര്യം പറയുക, നാളെ എനിക്കൊരു പാട്ട് വേണം,
നമ്മൾ ഈ നിമിഷം എഴുതി എന്റെ കൂട്ടുകാരുണ്ട് ഓൺ ദ സ്പോട്ട് ഓർക്കസ്ട്ര ചെയ്തിരുന്ന ആള് ഇന്ന് വൈകിട്ട് പാടി നാളെ നമ്മള് പാട്ട് കൊടുക്കും. അങ്ങനെ ഒരു ശരി സംവിധാനം അല്ലേ? അങ്ങനെ നമുക്ക് പാട്ട് ഒരു വേണിച്ചാനുണ്ട്. ഞാൻ ഇവിടെ ഇറങ്ങുമ്പോൾ വേണിച്ചാനെ വിളിച്ചു പറഞ്ഞത് എക്സ്പീരിയൻസ് ഭയങ്കര എക്സ്പീരിയൻസാണ്, വളരെ സ്പീഡാകും. ഇപ്പൊ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഒരു പാട്ട് ഒരാഴ്ച ചിലർക്ക് വേണ്ടി വരുന്നത്. പിന്നെ ഒരു അനീഷ് കവിയൂര് ഇതേ വിളിച്ചു പറഞ്ഞാൽ മതി. നമ്മൾ സ്റ്റുഡിയോ ചെല്ലുമ്പോഴത്തേക്ക് പാട്ട് അവര് അതിന്റെ ബേസ് ഉണ്ടെങ്കിൽ അവിടെ മെയിൽ അയച്ചു കൊടുത്തിരിക്കും. പിന്നെ പാട്ട് പാടി വൈകുന്നേരം രാത്രി കൊണ്ട് അവര് അടിച്ചു തീർക്കും. ഈ കണ്ണൻ ഉറക്കം ഒഴിഞ്ഞിരുന്നായാലും ഈ സാധനം മിക്സ് ചെയ്ത് പിറ്റേ നമ്മൾ സാധനം കൊടുക്കും എന്നൊരു ഉറപ്പുള്ളതുകൊണ്ട് ശരിക്കും വർക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ വർക്കിന്റെ ഈ ചിലർ ചോദിക്കണം എല്ലാ വർക്കും അങ്ങനെ എന്താ ചെയ്യുന്നത് ചോദിക്കാറുണ്ട്. ചെറിയ പാട്ട് വന്നാലും വലിയ പാട്ട് വന്നാലും ചില വരികൾ മോശമാണെങ്കിലും എന്താ ചെയ്യാറങ്ങനെ തോന്നുന്നത് എല്ലാ പാട്ടും ഞാൻ ചെയ്തു കൊടുക്കും. എനിക്ക് ഇത് പറയാൻ ഒരു പാടാൻ കഴിവില്ലാത്ത ഒരാളാണ്. ഇത് എൻ്റെ അടുത്ത് വന്നത് ചേട്ടാ എനിക്കൊരു പാട്ട് പാടണം എത്ര രൂപ. ഞാൻ അന്നത്തെ കാലത്ത് ചുമ്മാതെ പറഞ്ഞു പുള്ളി പാടണ്ട. അപ്പൊ എല്ലാവരും പറഞ്ഞു നല്ല വർക്ക് മാത്രമേ ചെയ്യാവൂ, നല്ല വർക്ക് മാത്രമേ ചെയ്യാവൂ. പക്ഷെ നമ്മുടെ ഉപജീവന മാർഗ്ഗമാണിത്. ഞാൻ ജോലിക്കാരനാണ്, ഞാൻ കലയെ ഉദ്ധരിക്കാൻ നടക്കുന്ന ആളല്ല. നമ്മുടെ ഉപജീവന മാർഗ്ഗം ഇത്. ഞാൻ പുള്ളി വെറുതെ പറഞ്ഞു അയ്യോ 10,000-20,000 രൂപ പുള്ളി ഇട്ട് പറഞ്ഞു. ഞാൻ പിറ്റേന്ന് 20,000 രൂപ പുള്ളി കിട്ടുമെന്നിരിക്കുന്നത്. അധികം വലിയ സാമ്പത്തിക വലിയ ആളെന്നുള്ള അല്ല. പിന്നെ ഞാൻ 10 രൂപ തിരിച്ചു കൊടുത്ത് 15 രൂപയ്ക്ക് 15,000 രൂപയ്ക്ക് പാട്ട് ചെയ്ത് കൊടുത്ത് പുള്ളി കൊണ്ട് പാടി. പക്ഷെ എനിക്ക് ഒത്തിരി അതിനകത്തിൽ വേരിയേഷൻ കിട്ടും. എന്തിനാ ഇങ്ങനെയൊക്കെയുള്ള പാട്ട് നല്ല നല്ല പാട്ട് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ എന്തിനാ ചെയ്യുന്നത്? അല്ല എല്ലാ ആഗ്രഹങ്ങളല്ലേ. നാളത്തെ എന്ന് പറയുന്ന ലോകം നമ്മുടെ മുമ്പിൽ ഇല്ല കേട്ടോ. അദ്ദേഹത്തിന്റെ ആഗ്രഹം നമ്മളെ സാധിച്ചു കൊടുത്തില്ലെങ്കിൽ അതുകൊണ്ട് എല്ലാരും പാട്ട് പാടണമെന്നും എങ്ങനെയാണ് അവനെ കൊണ്ട് പറ്റുന്നില്ല. എഴുതണമെന്നൊക്കെയാണ് എന്റെ ആഗ്രഹം. പിന്നെ എത്ര തെറ്റായാലും അങ്ങനെ തന്നെ പോകണം. മായ മഹേശ്വരി ഒരു കീർത്തനം പറഞ്ഞില്ലായിരുന്നു? ഇത് ഒരു അമ്പലത്തിന് വേണ്ടി ചെയ്ത കീർത്തന പാലമ്പള്ളിയിൽ എന്ന് പറഞ്ഞ ഒരു നമ്മൾ ഈ ദാരികന്റെ ശിരസ് ജനശേഷം ഉള്ള പാട്ടാണ്. ഈ പാലമ്പള്ളില് അവിടെ ശ്രീകുമാർ സാറ് നമ്മളെ കൊണ്ട് പാട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ഇദ്ദേഹം സോപാന സംഗീതം വലിയ താല്പര്യമുള്ള ആളാണ്. അങ്ങനെ അവിടത്തേക്ക് വേണ്ടി നമ്മളെ യക്ഷിയെ കുറിച്ച് സോപാന സംഗീതമുണ്ട്. അതൊക്കെ യക്ഷിയുടെ പാട്ട് വേറെ ഇല്ല. യക്ഷി ദൈവമായിട്ടിരിക്കുന്നത് ഞാൻ എഴുതിയ പിന്നെ ഉലകെങ്ങും പുകൽ കൊണ്ടിടും ശ്രീപാലങ്ങളിൽ അമരുന്ന ഋഷിയം എന്ന് പറഞ്ഞ് അങ്ങനെ സോപാന സംഗീതം യക്ഷിപ്പാട്ടത് മാത്രമേ ഉള്ളൂ. എന്റെ അറിവാന്നേ കാര്യത്തെ തെറ്റാണെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഇപ്പം ഒരുമാതിരിപ്പെട്ടവരൊക്കെ അതാ പാടുന്നത്. അപ്പൊ അന്ന് അതിനകത്തൊരു ഒരു മെയിൻ കീർത്തനമായിരുന്നു ഈ മായേ മഹേശ്വരി എൻ തായേ സുരേശ്വരി എന്നല്ല. അതും ഇന്ന് വളരെ ഫേമസ് ആയ കീർത്തനം. മായേ മഹേശ്വരി ഒട്ടുമിക്ക ഗായകരും പാടുന്നതാണ്. എല്ലാ ഗായകരും പാടുന്നുണ്ട്. പ്രത്യേക ഭക്തിയുടെ വേറെ ലെവലിലോട്ട് കൊണ്ടുവന്നൊരു വരി എൻ്റെ വളരെ സിമ്പിളുമാണ്. മായേ മഹേശ്വരിയേ എൻ തായേ സുരേശ്വരിയേ മായേ മഹേശ്വരിയേ എൻ തായേ സുരേശ്വരിയേ നീയാണിനി അഭയം മായേ പാലമ്പള്ളിൽ നിവാസിനിയേ മായേ മഹേശ്വരിയേ എൻ തായേ സുരേശ്വരിയേ നീയാണിനി അഭയം മായേ പാലമ്പള്ളിൽ നിവാസിനിയേ നീയാണിനി അഭയം മായേ പാലമ്പള്ളിൽ നിവാസിനിയേ നീയാണിനി അഭയം മായേ പാലമ്പള്ളിൽ നിവാസിനിയേ മായേ മഹേശ്വരിയേ എൻ തായേ സുരേശ്വരിയേ നീയാണിനി അഭയം മായേ പാലമ്പള്ളിൽ നിവാസിനിയേ. സംസാര ബഹുവാരിതിൽ തുണയാകും പരമേശ്വരിയെ സംസാര ബഹുവാരിതിൽ തുണയാകും പരമേശ്വരിയെ സംസാര ബഹുവാരിതിൽ തുണയാകും പരമേശ്വരിയെ നീ എന്നെ ഏറ്റുകമായി പാലമ്പള്ളിൽ നിവാസിനിയെ സംസാര ബഹുവാരിതിൽ
തുണയാകും പരമേശ്വരിയെ നീ എന്നെ ഏറ്റുകമായേ പാലമ്പള്ളിൽ നിവാസിനിയെ നീ എന്നെ ഏറ്റുകമായേ പാലമ്പള്ളിൽ നിവാസിനിയെ നീ എന്നെ ഏറ്റുകമായേ പാലമ്പള്ളിൽ നിവാസിനിയെ മായേ മഹേശ്വരിയെ എൻ തായേ സുരേശ്വരിയെ നീയാണിനി അഭയം മായേ പാലമ്പള്ളിൽ നിവാസിനിയേ സന്താപഹാരിണിയൻ സന്തോഷകാരണിയേ സന്താപഹാരണിയൻ സന്തോഷകാരണിയേ സന്താപഹാരിണിയൻ സന്തോഷകാരണിയേ സന്താപഹാരിണിയൻ സന്തോഷകാരണിയേ തായേ നീ എത്തുകമായി പാലമ്പള്ളിൽ നിവാസിനിയെ സന്താപഹാരിണിയൻ സന്തോഷകാരണിയേ തായേ നീ എത്തുകമായി പാലമ്പള്ളിൽ നിവാസിനിയെ തായേ നീ എത്തുകമായി പാലമ്പള്ളിൽ നിവാസിനിയെ മായേ മഹേശ്വരിയെ എൻ തായേ സുരേശ്വരിയെ നീയാണിനി അഭയം മായേ പാലമ്പള്ളിൽ നിവാസിനിയേ മായേ നീലാംബുജലേ മായേ ശരണം മഹാ മനസ്സിൽ ശരിക്കും തട്ടി. എന്താ പറയാ, ദേവി മുന്നിൽ വന്ന് നിൽക്കുന്ന ഒരു ഫീലായിരുന്നു. ദാരികന്റെ നമ്മൾ വ്യത്യാസം അതാ, നമ്മുടെ മനസ്സിനെ പെട്ടെന്ന് അടുപ്പിക്കാനും പറ്റും, കോരിത്തരിക്കാന്ന് പറയില്ലേ. അങ്ങനെ കുറെ ഇങ്ങനെ ഈ കണക്കിന് ഒരു 80ഓളം കീർത്തനങ്ങൾ ഞാൻ എഴുതിയുണ്ട്. എനിക്ക് ഇന്നത്തെ പാട്ടുകാരായാലും അന്നത്തെ പാട്ടുകാരായാലും എഴുത്തുകാരായാലും ഞാൻ അത്ഭുതത്തോടെ കാണുന്നത് ഇതെങ്ങനെ വരുന്നു, ഈ പുതിയ സൃഷ്ടി ഇതെങ്ങനെ അവരിൽ നിന്ന് ഉണ്ടാവും നമുക്കറിയാൻ പറ്റത്തില്ല. നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം സാധനങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഞെട്ടിത്തിരിച്ചു പോകും. ചിലർക്ക് നോക്കുമ്പോൾ അതിനകത്ത് കുറ്റങ്ങൾ കാണാതിരിക്കും, പക്ഷെ അതല്ല, നമ്മൾ ചിന്തിക്കാത്ത സാധനമൊക്കെ. അതെ അതെ ശരിയാ. ദാസേട്ടൻ പോലും പറഞ്ഞു, അദ്ദേഹം പാടിയ പാട്ട് വേറെ ആൾ പാടുമ്പോഴാ എനിക്ക് ഇങ്ങനെയും പാടായിരുന്നു, ഈ പാട്ട് ഇങ്ങനെ എനിക്ക് പാടാൻ പറ്റുമായിരുന്നു. അദ്ദേഹം പാടുന്ന സംഗതി വേറെ ആൾ, എല്ലാരും ഒരുപോലെ അല്ലല്ലോ പാടുന്നത്. മനോധർമ്മം അവരൊരു പഠിച്ചാൽ അവരൊരു രീതിയിൽ എല്ലാവരും പാടുന്നത്. മായേ മഹേശ്വരിയെ എൻ തായേ സുരേശ്വരിയെ മായേ മഹേശ്വരിയെ എൻ തായേ സുരേശ്വരിയെ